നമസ്കാരം. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ, ഈ രോഗത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ? ഇതൊരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഗണത്തിൽ വരുന്ന ഒരു രോഗമാണ്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ, നമ്മളെ കുറ്റപ്പെടുത്തുമോ, നെഗറ്റീവായി നമ്മളെ വിലയിരുത്തുമോ എന്നുള്ള ഭയം കാരണം, അങ്ങനെയുള്ള ആങ്സൈറ്റി കാരണം അതുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയുന്നത്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഒരിക്കലും നമുക്കുണ്ടാകുന്ന നാണമല്ല. നാണം ഒരിക്കലും നീണ്ടു നിൽക്കുകയില്ല, അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയുമില്ല. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി നമ്മുടെ ജോലി, പഠനം, അതേപോലെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഇവയെല്ലാം ബാധിക്കാറുണ്ട്. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ അസോസിയേഷൻ ഓഫ് അമേരിക്ക പറയുന്നത് ഏകദേശം 13 വയസ്സ് മുതൽ ഒരാളിൽ സോഷ്യൽ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാമെന്നതാണ്. ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴോ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ, ഒരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴോ നമ്മളെല്ലാവരിലും ഒരു ആങ്സൈറ്റി ഉണ്ടാകാം. പക്ഷേ അത് ചെറിയ അളവിലായിരിക്കും. എന്നാൽ സോഷ്യൽ ഫോബിയ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഹ്യൂമിലിയേറ്റ് ചെയ്യുമോ, കുറ്റം പറയുമോ, നമ്മളെ നാണം കെടുത്തി കളയുമോ എന്ന പേടിയും ആങ്സൈറ്റിയും സാധാരണയേക്കാൾ ഒരുപാട് അളവിൽ കൂടുതലായിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, ആദ്യമായി ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഉണ്ടാകും. അത് സ്വാഭാവികം. എന്നാൽ നമ്മൾ ആ ജോലിയിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആങ്സൈറ്റി ഇല്ലാതെയാകാറാണ് പതിവ്. എന്നാൽ ചില ആൾക്കാരുണ്ട്, ജോലിയിൽ എത്തിക്കഴിഞ്ഞാലും എല്ലാ ദിവസവും ആങ്സൈറ്റിയാണ്. പ്രത്യേകിച്ച് അവർക്ക് ചില വർക്കുകൾ ചെയ്യേണ്ട ദിവസം, ചില പ്രസൻറ്റേഷൻ ചെയ്യേണ്ട ദിവസം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രസ് മറ്റൊരാളെ അറിയിക്കേണ്ട ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന സമയം വരുമ്പോൾ. ഇനി കുട്ടികളിലേക്ക് വരുമ്പോൾ, അവരുടെ ക്ലാസ്സിൽ മറ്റ് ടീച്ചർ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, എക്സാം ഒക്കെ എഴുതുന്ന സമയമാകുമ്പോൾ, മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കേണ്ടി വരുമ്പോഴൊക്കെ ആങ്സൈറ്റി ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതൊരു ഈഗോ ഡിസ്റ്റോണിക് കണ്ടീഷനാണ് എന്ന് നമുക്ക് പറയാം. ഈഗോ ഡിസ്റ്റോണിക് എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളവർക്ക് തന്നെ അറിയാം, അനാവശ്യമായ ആങ്സൈറ്റിയാണ് എനിക്ക് ഉണ്ടാകുന്നത്, ഇതെനിക്ക് ദോഷമായേ ബാധിക്കുകയുള്ളൂ, ഇത് മാറ്റിയെടുക്കണം എന്നൊക്കെ ചിന്ത അവർക്ക് തന്നെ ഉണ്ടാകും. പക്ഷേ സാഹചര്യം വരുമ്പോൾ എല്ലാം കൈവിട്ടു പോകും. ഈ ആങ്സൈറ്റി അവരിൽ കൂടുതലായി ഉണ്ടാകും. അപ്പോൾ ഒരു പ്രസൻറ്റേഷന് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത്, എനിക്ക് ആങ്സൈറ്റി ഉണ്ടല്ലോ, എനിക്ക് ഈ ആങ്സൈറ്റി ഉണ്ടെന്ന് മറ്റുള്ളവർ കാണുമല്ലോ, കാണുമ്പോൾ ഇത് ഭയങ്കര വലിയ പ്രശ്നമാകുമല്ലോ, അവരെന്നെ കളിയാക്കുമല്ലോ എന്ന് ഈ ആങ്സൈറ്റി കൊണ്ട് പിന്നെയും ആങ്സൈറ്റി ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഒരു ഈഗോ ഡിസ്റ്റോണിക് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോഷ്യൽ ഫോബിയ ഒരാളിൽ വരുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും ബാധിക്കാം. ഉദാഹരണമായി, ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ജോബ് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ, പബ്ലിക് റെസ്റ്റ് റൂം ഉപയോഗിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ, പരസ്യമായി ആരോടെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇനി സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഇതൊരു ആങ്സൈറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ആങ്സൈറ്റിയുടെ സിംറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. വിയർക്കം, അതേപോലെ തന്നെ നെഞ്ചിടിപ്പ് വളരെ കൂടാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നത് പോലെ തോന്നാം. നമ്മളെവിടെയാണെന്ന് മറന്നു പോകുന്നത് പോലെ തോന്നാറുണ്ട്. പെട്ടെന്ന് ശബ്ദം പോകുന്നത് പോലെ തോന്നും. പെട്ടെന്ന് നമ്മളങ്ങ് സ്റ്റക്കായി പോകുന്നത് പോലെ, നിശ്ചലമായി പോകുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഒരാളിൽ ഉണ്ടോ എന്നറിയണമെങ്കിൽ ചില ലക്ഷണങ്ങൾ അവരിൽ കാണേണ്ടതുണ്ട്. അവയിൽ പ്രധാനമായുള്ളത്, ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോൾ ആൾക്കാർ കളിയാക്കുമോ, കുറ്റപ്പെടുത്തുമോ എന്ന നിരന്തരമായ തോന്നലും ആങ്സൈറ്റിയും ഒരാളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും സാഹചര്യത്തിലോ ഇടപെടാൻ പോകുന്നതിന് മുൻപേ കൂടുതലായി ആങ്സൈറ്റി ഉണ്ടാകുകയും പാനിക് ആകുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, കാരണമില്ലാത്ത അധിക ആങ്സൈറ്റി എന്നിലുണ്ട് എന്ന സ്വയം തിരിച്ചറിവാണ്. അടുത്തത്, ആങ്സൈറ്റി ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു എന്ന അവസ്ഥ വരുമ്പോൾ. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ 2 തരത്തിൽ ആൾക്കാർ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഒന്നാമത്തത്, എന്തെങ്കിലും ഒരു കാര്യം വരുന്നു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന് അറിവ് കിട്ടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വരുമ്പോൾ തന്നെ ഒഴിഞ്ഞു മാറിപ്പോകുന്നവരുണ്ട്. അതിലേക്ക് പോകാതെ തന്നെ ഒഴിഞ്ഞു മാറി അതിലേക്ക് പോകാതെ രക്ഷപ്പെടുന്നവരുണ്ട്. രണ്ടാമത്തെ ആൾക്കാർ, ഒഴിയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടും ഇത് ചെയ്ത് മുൻപോട്ട് പോകാറുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന് എന്താണ് കാരണം?
സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ കാരണങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് അവരുടെ ജനിതകമായ കാരണങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഈ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് തലമുറയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് അവരുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. അവരുടെ ഇരിക്കുന്ന പരിതസ്ഥിതികൾ, പ്രത്യേകിച്ച് അവരുടെ കുട്ടിക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിക്കാലത്ത് ഒരു കുട്ടി വളർത്തപ്പെടുന്നത്, മറ്റുള്ളവരുമായി ഇടപെടാനായിട്ട് അവരെ പരിശീലിപ്പിക്കുന്നത്, അവർ വളരുന്ന സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷങ്ങളൊക്കെ ഒരാളിൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നതിന് ഒരു ഘടകമാണ്. ഇപ്പോൾ എല്ലാം അനുകൂലമായി വരുന്ന ഒരാളിൽ ഇത് വരണമെന്നില്ല. പക്ഷേ അവർ ഒരുപാട് ബുദ്ധിമുട്ടി വളരുന്ന കുഞ്ഞുങ്ങളിൽ പിന്നെയും ഈ ആങ്സൈറ്റി കണ്ടുവരാറുണ്ട്. അത് അവർ വളരുന്നതനുസരിച്ച് വലുതാകുമ്പോഴും അവരിൽ ആങ്സൈറ്റി കാണാറുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ കൂടുതലായി കണ്ടുവരുന്നത്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഒരാളിൽ വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസുകൾക്ക് വലിയ പങ്ക് വഹിക്കുവാനുണ്ട്. അയാളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ലഭിച്ചിട്ടുള്ള കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, കുടുംബ വഴക്കുകൾ, സെക്ഷുവലായി നടന്നിട്ടുള്ള അബ്യൂസുകളൊക്കെ ഒരാളെ സോഷ്യൽ ആങ്സൈറ്റിയിലേക്ക് നടത്താൻ മതിയായ കാരണങ്ങളാണ്. എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന് കൊടുക്കാവുന്ന ചികിത്സ? പ്രധാനമായും ഈ രോഗത്തിന് കൊടുക്കാൻ പറ്റുന്നത് ഔഷധ ചികിത്സയാണ്. അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ ആൻറ്റി ഡിപ്രസൻറ്റുകൾ കൊടുക്കാറുണ്ട്. ബെൻസോഡൈസെപ്പിൻസും ബീറ്റാ ബ്ലോക്കേഴ്സൊക്കെ ഈ രോഗമുള്ളവർക്ക് കൊടുത്ത് ചികിത്സിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ CBT കൊടുക്കാറുണ്ട്. CBT കൊടുത്ത് അവർക്ക് ഈ ആങ്സൈറ്റിയുടെ ലെവൽ കുറച്ച് കൊണ്ടുവരാനും കഴിയുന്നതാണ്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ മരുന്നുകൾ കഴിച്ച് തൻ്റെ ആങ്സൈറ്റി കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉപയോഗിച്ച് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യുകയും എക്സ്പോഷർ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിലൂടെ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാനും സാധിക്കും. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കിയതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.